കൊല്ലം കൊട്ടാരക്കര പനവേലിയിൽ നിയന്ത്രണം വിട്ട മിനി വാൻ ബസ് കാത്തു നിന്നവർക്ക് നേരെ പാഞ്ഞു കയറി 2 പേർ മരിച്ചു. പനവേലി സ്വദേശികളായ സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. പനവേലി സ്വദേശിയായ വിജയൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇതാണ് ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ. വരുന്ന കണ്ടുകൊണ്ട് റോഡിൽ ഇറങ്ങിയത് കൈ കാണിക്കാൻ നിന്നപ്പോഴത്തേക്കാണ് ഈ പിക്കപ്പ് വാൻ വന്ന് 47 വണ്ടിയാണ് വന്ന് ഇടിച്ച് വെണ്ടി കിടന്ന ഓട്ടോയെ ഇടിച്ച് തകർത്ത് പോയത്. ഉറങ്ങിപ്പോയായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഒരു ആംബുലൻസ് പോലും വിളിച്ചിട്ട് കിട്ടാനില്ലാത്ത സാഹചര്യമായി. ഒരു കൊച്ചിൻ്റെ കൈ ഒടിഞ്ഞ് തൂങ്ങി മണ്ടയെല്ലാം പൊട്ടി അങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ആംബുലൻസൊക്കെ ആണ്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആംബുലൻസ് കിട്ടിയത്. ഇതിനെ അടുത്ത് ഓട്ടോയ്ക്കകത്തോ കാറിലോ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം ഒടിഞ്ഞ് ചുരുങ്ങി കിടക്കുകയാണ്. കണ്ണൻ നായരുടെ വിവരങ്ങളുമായി ദൃക്സാക്ഷി തന്നെയാണ് അപകടത്തിൻ്റെ ഭീകരത നമ്മളോട് പറഞ്ഞ. കണ്ണ, 2 പേരുടെ ജീവൻ നഷ്ടമാകുന്നു. ഇതെന്താണ് സംഭവിച്ചതെന്ന് എന്തെങ്കിലും വ്യക്തമുണ്ടോ? ആരാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്? ഈ വാഹനം ഓടിച്ചവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് രാവിലെ 6:45 കൂടിയാണ് ദിവീഷ് സംഭവം ഉണ്ടാകുന്നത്. ഇതൊരു നിർഭാഗ്യം മൂലമുണ്ടായ ഒരു അപകടം അല്ലെങ്കിൽ മരണമെന്ന് പറയേണ്ടി വരും. കാര്യം ബസ് കയറാൻ വേണ്ടി എത്തിയതാണ് ഈ ശ്രീകുട്ടിയും അതുപോലെ തന്നെ സോണിയും. തൊട്ട് മുൻപിൽ ഒരു KSRTC ബസ് വന്നു. ആ ബസ്സിൽ അല്പം തിരക്കായിരുന്നു. അതിനുശേഷം അവർ പിറകിൽ വരുന്ന ബസ്സിൽ കയറാൻ വേണ്ടി തൊട്ടു പിന്നാലെ ആ റോഡിൻ്റെ ആ ഫുട്പാത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്താണ് നിയന്ത്രണം വിട്ട വണ്ടി ഈ ഒരു മിനി വാൻ വന്ന് പാഞ്ഞു കയറി അവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. സോണിയ ഇടിച്ച് തെറിച്ച് റോഡിലേക്ക് വീണു. തലയടിച്ചാണ് വീണത്. ആ സമയത്ത് അവരുടെ കാല് പൂർണ്ണമായും ഒടിഞ്ഞ് തൂങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ അവരെ ആ റോഡിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചു. ഈ സ്ത്രീകുട്ടിക്ക് സമാനമായ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായത്. തലയ്ക്കാണ് പരിക്കേറ്റത്. അവരെ കൊട്ടാരക്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നുള്ളത് തന്നെയാണ്. ഇവരെ 2 പേരെ ഇടിച്ച ശേഷം ഈ ലോറി സമീപത്ത് റോഡിൻ്റെ അല്പം മുന്നോട്ട് മാറി ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോയിലിരിക്കുകയായിരുന്നു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള വിജയൻ. ആ വിജയൻ്റെ ശരീരത്തേക്ക് പാഞ്ഞു കയറുകയാണ് ഓട്ടോ. ആ സമയത്ത് പൂർണ്ണമായും ആ പ്രദേശത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് കണ്ടുകൊണ്ട് ആ മിനി വാനിലുണ്ടായിരുന്ന പാഴ്സൽ വാനാണ്. ആ വാനിലുണ്ടായിരുന്ന 2 ആൾക്കാരും ഡ്രൈവറും ക്ലീനറും പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നമ്പർ പരിശോധിച്ച് ആ വാഹന ഉടമയുടെ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപകടത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താമെന്നുള്ളതാണ് കൊല്ലം റൂറൽ SP പറയുന്നത്.